ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിൽ ഹിസ്റ്ററി അതല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താവുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു ടോപ്പിക്കാണ് പരിചയപ്പെടുത്തുക. അത് മറ്റൊന്നുമല്ല, അശോക ചക്രവർത്തിയുടെ ഒരു പില്ലർ എഡിക്റ്റിനെയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. അപ്പൊ നമുക്കറിയാം, മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി. BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യം അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറെ ശിലാശാസനങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഈ ശിലാശാസനങ്ങളെ റോക്കെഡിക്സ്, പില്ലറെഡിക്സ്, കേവെഡിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകളും ഹിസ്റ്റോറിയൻസും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പില്ലർ എഡിക്റ്റ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത്തവണത്തെ പ്രിലിംസിൽ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുകയും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. അത് വേറൊന്നുമല്ല, അശോകന്റെ പില്ലർ എഡിക്റ്റുകളെയും റോക്ക് എഡിക്റ്റുകളെയും കേവ് എഡിക്റ്റുകളെയും എല്ലാം നമ്മൾ നമ്പർ ഇട്ടാണ് വിളിക്കുക. അതായത് മേജർ റോക്ക് എഡിക്റ്റ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് മേജർ റോക്ക് എഡിക്സ്, സെക്കൻഡ് റോക്ക് എഡിക്സ്, അങ്ങനെയാണ് പറയുക. പില്ലർ എഡിക്റ്റിനെയും അങ്ങനെ തന്നെയാണ് പറയുക. അപ്പൊ ഇതിലെ 6th മേജർ പില്ലർ എഡിക്റ്റിനെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. അതായത് അശോകന്റെ പില്ലർ എഡിക്റ്റുകളിലെ നമ്പർ 6, 6ാമത്തെ പില്ലർ എഡിക്റ്റിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുക. ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ റെലവെന്റ് ആണ്. അപ്പൊ ഈ പില്ലർ എഡിക്റ്റ് 6ാമത്തത് അല്ലെങ്കിൽ 6ാമത്തെ പില്ലർ എഡിക്റ്റിൽ അശോകൻ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മ പോളിസി ഓഫ് സ്റ്റേറ്റിന്റെ ധർമ്മ പോളിസിനെ കുറിച്ചാണ് പറയുക. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ച് അശോകൻ ഉണ്ടായിരുന്ന ധാരണ അല്ലെങ്കിൽ തന്റെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അശോകന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അശോകൻ പറയുന്ന പില്ലർ എഡിക്റ്റ് ആണ് ഈ പില്ലർ എഡിക്റ്റ് 6 എന്ന് പറയുന്നത്. അപ്പൊ 6ാമത്തെ പില്ലർ എഡിക്റ്റ് അശോക ചക്രവർത്തി ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു എഡിക്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന് കറണ്ട് അഫയേഴ്സിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ G20 സമ്മിറ്റിൽ നമുക്കറിയാം, G20 സമ്മിറ്റ് നടന്നിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പൊ ലാസ്റ്റ് G20 സമ്മിറ്റിൽ അതിന്റെ ഇനാഗുറൽ സ്പീച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നടത്തുകയുണ്ടായി. അപ്പൊ G20യിലെ ലീഡേഴ്സിനെ അഡ്രസ് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ ഇനാഗുറൽ സ്പീച്ചിൽ അശോകന്റെ ഈ 6th പില്ലർ എഡിക്റ്റിൽ നിന്നുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ആ കോട്ടാണ് ആര് ഉദ്ധരിച്ചത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ദ വെൽഫെയർ ആൻഡ് ഹാപ്പിനെസ് ഓഫ് ഹ്യൂമാനിറ്റി ഷുഡ് ആൾവേസ് ബി എൻഷ്വേർഡ്. അപ്പൊ ഈ ഒരു കോട്ട് പ്രധാനമന്ത്രി എടുത്തത് അശോകന്റെ പില്ലർ എഡിക്റ്റിൽ നിന്നാണ്. പർട്ടിക്കുലർലി പറഞ്ഞാൽ 6ാമത്തെ പില്ലർ എഡിക്റ്റിൽ നിന്നാണ് ഈ ഒരു കോട്ട് പ്രധാനമന്ത്രി കടം കൊണ്ടത്. അത് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് ഈ 2023-ലും 24-ാണ് 23-ൽ നടന്ന G20 സമ്മിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. 2024-ലെ G20 സമ്മിറ്റ് നടന്നിട്ടില്ല. അപ്പൊ ലാസ്റ്റ് നടന്ന G20 സമ്മിറ്റിൽ BC 3-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന അശോക ചക്രവർത്തിക്ക് തന്റെ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ നൂറ്റാണ്ടിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ G20 ലീഡേഴ്സിനോട് പറഞ്ഞത്. അപ്പൊ അതിന് ഇന്നും, അതായത് നമ്മൾ പറയും ചില കാര്യങ്ങൾക്ക് സമകാലിക പ്രസക്തിയും സർവകാലിക പ്രസക്തിയും ഉണ്ടെന്ന് പറഞ്ഞു. അശോകൻ അന്ന് എഴുതി വെച്ചിരുന്ന ആ ഒരു വാചകത്തിന് അന്നത്തെ സമകാലിക ലോകത്തും പ്രസക്തിയുണ്ട്, സർവകാലിക ലോകത്തും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ആ കോട്ട് ഇന്നും നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പൊ ഈ ഒരു പില്ലർ എഡിക്റ്റ് അങ്ങനെ കറണ്ട് അഫയേഴ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്, ഈ 6ാമത്തെ പില്ലർ എഡിക്റ്റ്. അപ്പൊ അതുകൊണ്ട് ആ പില്ലർ എഡിക്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ഈ അശോക ചക്രവർത്തിയുടെ 6ാമത്തെ പില്ലർ എഡിക്റ്റ് പൊതുവെ അറിയപ്പെടുന്ന പേര് ദ ഡൽഹി തോപ്ര പില്ലർ എഡിക്റ്റ് എന്നാണ്. ഇപ്പൊ ഡൽഹി, തോപ്ര 2 സ്ഥലപ്പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുക, ദ പില്ലർ ഒറിജിനലി ഇറക്റ്റഡ് ഇൻ തോപ്ര. അതായത് അശോക ചക്രവർത്തി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് എഡിക്റ്റുകൾ സ്ഥാപിച്ചത്. ശിലാശാസ്ത്രങ്ങൾ, റോക്ക് എഡിക്സ് ഉണ്ട്, പില്ലർ എഡിക്സ് ഉണ്ട്, കേവ് എഡിക്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ
6ാമത്തെ പില്ലർ എഡിക്റ്റ് യഥാർത്ഥത്തിൽ ഇറക്ട് ചെയ്തത് തോപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. തോപ്ര എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് നമ്മുടെ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്താണ് തോപ്ര എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പൊ തോപ്രയിലാണ് ഇത് സ്ഥാപിച്ചത്. ബട്ട് ഇറ്റ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഡൽഹി ഇൻ 14th century. 14ാം നൂറ്റാണ്ടിൽ ഇത് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. എങ്ങനെയാ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്? ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന തുഗ്ലക് ഡൈനാസ്റ്റിയിലെ ഒരു ഇമ്പോർട്ടന്റ് റൂളർ ആയിട്ടുള്ള ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു എക്സ്പെഡീഷന് പോയി തിരിച്ചു വരുന്ന സമയത്ത് തോപ്രയിൽ കണ്ട ഈ എഡിക്റ്റ്, ഈ പില്ലർ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും അദ്ദേഹം അത് അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് ഡൽഹിയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ തോപ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫിറോസ് ഷാ തുഗ്ലക്കിനാൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഒരു പില്ലർ എഡിക്റ്റ് ആണ് അശോകന്റെ 6th പില്ലർ എഡിക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഡൽഹി തോപ്ര പില്ലർ എഡിക്റ്റ് എന്ന് അറിയപ്പെടുക. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി അറ്റ് പ്രസന്റ് ഈ പില്ലർ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ദിസ് പില്ലർ എഡിക്റ്റ് ഈസ് നൗ ലൊക്കേറ്റഡ് ഓൺ ദ പ്രസന്റ് ഫിറോസ് ഷാ കോട്ട്ല. ഫിറോസ് ഷാ കോട്ട്ലയുടെ ഫ്രണ്ടിലായിട്ടാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കോട്ട്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റാഡൽ അല്ലെങ്കിൽ ഫോർട്രസ്, കോട്ട കെട്ടി തിരിച്ച സ്ഥലമെന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഇതിന് പിന്നിലും ഒരു ഹിസ്റ്ററി ഉണ്ട്. ഫിറോസ് ഷാ തുഗ്ലക് അധികാരത്തിൽ കയറിയതിനു ശേഷം അദ്ദേഹം ഒരു ഗ്രേറ്റ് ബിൽഡർ ആയിരുന്നു. ചില സിറ്റികൾ ജോൺപൂർ, ഫിറോഷാബാദ്, ഫത്തേബാദ് എന്നൊക്കെ പറയുന്ന സിറ്റികൾ നിർമ്മിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്നു ഫിറോഷാബാദ്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ നഗരം എന്നുള്ള അർത്ഥത്തിൽ ഫിറോഷാബാദ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ടാക്കിയിട്ട് അതിനെ ഡൽഹി സുൽത്താനേറ്റിന്റെ അദ്ദേഹത്തിന്റെ ഒരു ക്യാപിറ്റൽ പോലെയാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു പാലസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോട്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനാണ് ഫിറോഷാബാദിലുള്ള കോട്ടേനെയാണ് ഫിറോസ് ഷാ കോട്ട്ല എന്ന് പറയുക. അപ്പൊ ഈ ഫിറോഷാബാദിലെ ആ ഫിറോസ് ഷാ കോട്ട്ലയുടെ ഫ്രണ്ടിലായിട്ടാണ് തോപ്രയിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന ഈ 6ാമത്തെ അശോകൻ പില്ലർ ഇദ്ദേഹം സ്ഥാപിച്ചത്. അങ്ങനെ തോപ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് കൊണ്ട് ഡൽഹി തോപ്ര പില്ലർ എന്നാണ് ഇത് അറിയപ്പെടുക. അപ്പൊ അശോക ചക്രവർത്തി സ്ഥാപിച്ച പില്ലർ എഡിക്റ്റുകളിൽ 6ാമത്തെ പില്ലർ എഡിക്റ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ഡൽഹി തോപ്ര പില്ലർ എന്നാണ് അറിയപ്പെടുക എന്ന് മനസ്സിലാക്കുക. അറ്റ് പ്രസന്റ് ഇത് ഫിറോസ് ഷാ കോട്ട്ലയുടെ ഫ്രണ്ടിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഫിറോസ് ഷാ തുഗ്ലക് ആണ് അത് അവിടെ കൊണ്ടുവന്ന് ഇറക്ട് ചെയ്തതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പില്ലർ എഡിക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മറ്റു വീഡിയോസുമായിട്ട് ഉടനെത്തും. ഓക്കെ, താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.